ഏറെ ആദരവോടുകൂടി പ്രിയ സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് നീരജ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് കുന്നത്താൽ നീരജ് ഏറെ സ്നേഹത്തോടു കൂടി സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് സഖാവ് ഗോപകുമാർ. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായ സഖാവ് ഗോപകുമാറിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് പാർട്ടിയുടെ വെള്ളട്ടായി ഏരിയ കമ്മിറ്റി അംഗവും നമ്മൾ ഈ പരിപാടി ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നേരിട്ട പ്രതിസന്ധികളെല്ലാം ഒരു പഴയ ഡിവൈഎഫ്ഐ സഖാവായി ഞങ്ങളോടൊപ്പം കൂടെ നിന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവുമായ സഖാവ് തുരുതൽ ബിജുവിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പാർട്ടിയുടെ ഏരിയ സെൻട്രൽ അംഗം സഖാവ് ടി.എൽ. രാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. സഖാവിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളാണ്. ആദ്യമായി തന്നെ നമ്മുടെ ഗുരുനാഥന്മാരാണ്. മായം സെന്റ് മേരീസ് CP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച മേരിക്കുട്ടി ടീച്ചറെ ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റി ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ആറുകാണി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ബാബു സാറിനെ ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റി ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അത് മണിമല ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപിക സേവനമനുഷ്ഠിച്ച് വിരമിച്ച ബീന ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അമ്പൂരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് ഈ വർഷം വിജയിച്ച തോമസ് മംഗലശ്ശേരി സാറിനെ ഏറെ സ്നേഹപൂർവ്വം ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാറിനെയും ഏറെ പൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് അമ്പൂരി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സേവനമനുഷ്ഠിച്ച് വിരമിച്ച സെബാസ്റ്റ്യൻ മണി സാറിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ അമ്പൂരിയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ പൂവച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയ അമ്പൂരിയിലെ സ്വകാര്യ അഹങ്കാരം കൂടിയായ അമ്പൂരി ജയനെ ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റി ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ നിവേദിയ സത്യനെ പറയുമ്പോൾ നമ്മുടെ കണ്ണന്നൂർ പാർട്ടി എൽസി മെമ്പർ സഖാവ് ശ്രീരാം സഖാവ് സാറിൻ്റെ മകൻ വിഷ്ണു ശ്രീരാമിൻ്റെ ഭാര്യ കൂടിയാണ്. ആ സഖാവിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഡിവൈഎഫ്ഐ അമ്പൂരി മേഖലാ കമ്മിറ്റിയുടെ യോഗത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതായത് കേരള യൂണിവേഴ്സിറ്റി LLB പരീക്ഷയിൽ ഉന്നതജയം കരസ്ഥമാക്കിയ അൽഫിയ അഫ്സാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതായത് കേരള യൂണിവേഴ്സിറ്റി LLB പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മനീഷ മുനീറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്കൂൾ കലോത്സവ നാടോടി നൃത്തത്തിന് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫസ്റ്റ് പ്രൈസും A ഗ്രേഡും സബ് ജില്ല ഫസ്റ്റ് ഗ്രേഡും ജില്ലയിൽ A ഗ്രേഡും കരസ്ഥമാക്കിയ അതുൽ കൃഷ്ണ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ മകനും കൂടിയാണ്. പ്രിയ സഖാവിനെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.